ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട വെജ് മഞ്ചൂരിയൻ ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓടുകൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ വെജ് മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടി വേണ്ടത് കേബേജാണ്. ഞാനിപ്പോൾ 2 കപ്പോളം കേബേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാക്സിമം ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു കേബേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആ കേബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ 3 ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് സാധാരണ നമ്മളിപ്പോൾ ക്യാബേജ് എടുത്തത് 2 കപ്പാണ്. അപ്പോൾ ക്യാരറ്റ് വന്നിട്ട് ഒരേ 1 കപ്പ് മതിയാവും. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതിൽ 1 കപ്പ് നിറയെ. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. നമ്മളെടുത്ത ക്യാബേജിൻ്റെ പകുതി അളവിൽ തന്നെ ക്യാരറ്റ് മതിയാവും. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 എണ്ണ മതിയാവും. ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ അതും ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 സ്പൂൺ അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മൈദാമാവിനോടൊപ്പം തന്നെ അതേ അളവിൽ പിന്നെ വേണ്ടതാണ് കോൺഫ്ലോറും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവിനാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം തളിച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് നമുക്ക് കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് ശേഷം മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം കൂടിപ്പോകരുത്. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ അധികം മാവൊന്നും ചേർക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മാവ് തന്നെ കറക്റ്റായിട്ട് മതിയാവും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട്, എന്നാലും ഒത്തിരി വെള്ളം ആകാനും പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി വേണ്ടത് ഇതുപോലെ കുട്ടി ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഒരു ബോളിൻ്റെ ഷേപ്പ് ആകണം അങ്ങനെ ഇല്ല. എന്നാലും മാക്സിമം കഴിയുന്നത് പോലെ ചെറുതായിട്ടൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കാം. നമ്മുടെ എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ഉരുണ്ടയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ചെറിയ ബോൾസാക്കി ഒന്ന് ഇടാനായിട്ട്. അപ്പോഴത്തേക്കും കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതിൻ്റെ പേരിലാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസ് കിട്ടണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോളിൻ്റെ ഷേപ്പിൽ മാത്രം നമുക്കിത് കിട്ടിയാൽ മാത്രം മതിയാവും. ഫസ്റ്റ് നമ്മളിത് ഓരോന്നും ഇടുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിരിക്കണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഇതിനുള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. അതായത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടണം. അപ്പോഴാണത് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടുന്നത്. ഇതിനുള്ളിൽ ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും.
ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി നമുക്കിതൊന്ന് കളറ് മാറി കിട്ടാനായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടുമ്പോഴാണ് അത് കറക്റ്റ് പെർഫെക്റ്റ് ആവുന്നത് നമുക്ക്. അപ്പോൾ കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നല്ല രീതിയിലൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതെല്ലാം എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത എല്ലാം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രേവി കൂടി ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 8-9 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസിലെ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിക്കൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളി അല്ലിക്ക് ചെറിയൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ സവാളയിൽ ഒരു സവാള എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് ഈ ഒരു സൈസിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. അതായത് ഒരുപാട് ഇങ്ങനെ കളറൊക്കെ മാറിപ്പോകണമെന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കി സോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള എല്ലാം കണ്ടേക്കണം. ഞാനത് പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഷെസ്വാൻ സോസും കൂടി. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ചേർക്കുകയാണ്. ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്തേക്കണം. ഇതിപ്പോൾ ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി. അപ്പോൾ അതും ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സോയാ സോസും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡാർക്ക് സോയ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സോസ് എല്ലാം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം. ആ ഒരു രീതിക്ക് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ വെജ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ സോസൊക്കെ വെച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഇപ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. സോസിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ സോസ് എല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. കുരുമുളക് പൊടിച്ചത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കണം എന്തെന്ന് വെച്ചാൽ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാലക്കൂട്ടും അതുപോലെ തന്നെ സോസും വെള്ളവും എല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെ മാറിക്കോളും. ഈ ഒരു രീതിയിൽ നല്ല ഡാർക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഇതിപ്പോൾ ഉള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോറിൽ ഒരല്പം വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ടി തന്നെ ധാരാളമാണ്. ഇനി കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടില്ല. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെജ് ബോൾസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒരല്പം മല്ലിയിലയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെജ് മഞ്ചൂരിയൻ ഗ്രേവിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.